സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സമ്പന്നമായ കേന്ദ്രം. അതാണ് ദുബൈയിലെ ആഗോള ഗ്രാമം. ഇപ്പോൾ ഇതാ മറ്റൊരു സീസൺ കൂടി അവസാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബൈ ഗ്ലോബൽ വില്ലേജ്. ഏറ്റവും പ്രാധാന്യം ലഭിച്ചത് ഇക്കുറി തായ്ലൻഡിനാണ്. നാം കേട്ടറിഞ്ഞത് മാത്രമല്ല തായ്ലൻഡ്, മികച്ച സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന തായ്ലൻഡ് പവലിയനിലേക്കാണ് അടുത്ത യാത്ര. ദുബൈ ഗ്ലോബൽ വില്ലേജ് സീസണ് തിരശ്ശീല വീഴാൻ ഇനി ദിവസങ്ങൾ മാത്രം. അവസാന ദിവസങ്ങളായതോടെ ആഗോള ഗ്രാമത്തിലേക്കുള്ള തിരക്ക് വർദ്ധിക്കുകയാണ്. ഇന്ന് നമുക്ക് തായ്ലൻഡ് സന്ദർശിച്ചു വരാം. തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ സെക്സ് ടൂറിസത്തിന്റെ നാട് എന്ന് ചിന്തിക്കുന്നവർ തായ്ലൻഡിന്റെ സാംസ്കാരിക തനിമ അറിയാൻ ഇങ്ങോട്ട് വരണം. വർണ്ണപ്പൊലിമയുള്ള ഹെയർ ബാൻഡുകളും മറ്റുമാണ് ആദ്യം വരവേൽക്കുക. അറബ് യുവതികളുടെ തിരക്കാണ് ഇവിടെ. Slinting like this, hair bands. Yes, or rubber band also. That's one. Yes, for lady and kid. തായ്ലൻഡിന്റെ പരമ്പരാഗത വിശറിയാണിത്. അതിനെ തായ് ഭാഷയിൽ എങ്ങനെ വിളിക്കുമെന്ന് ഇവർ പറഞ്ഞു തരും. This is a bamboo fan in Thailand. Pat Mai Pai. വിശറിയിൽ മനോഹരമായ പേരെഴുതി തരും ആപ്പിൾ. ആവശ്യക്കാർ കൂടുതൽ അറബികളായതിനാൽ അറബി എഴുതാനും പഠിച്ചിരിക്കുന്നു ഈ തായ്ലൻഡുകാരി. I can write Arabic and English language. I will show you. Arabic language. Name. Arabic from Thailand also. Yeah, I learned it. Yeah, I learned here. Yeah, and I write a lot every day. Yeah, and now I'm professional about write Arabic language. അപൂർവ മരുന്നുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും നാടുകൂടിയാണ് തായ്ലൻഡ്. വേദനയ്ക്ക് പുരട്ടുന്ന തൈലങ്ങൾ, മണമെടുത്താൽ ജലദോഷത്തിന് ആശ്വാസം ലഭിക്കുന്ന പച്ചമരുന്നുകൾ, പലതരം സോപ്പുകൾ, അങ്ങനെ. Famous thing from Thailand is herb. Yeah, it's natural, something natural like that, and something for massage. You know, it's like this, something like this. Something like massage, something like this. Because Thai people is, yeah. ഇനി തായ്ലൻഡ് രുചികൾ തേടാം. ഗ്ലോബൽ വില്ലേജിൽ തായ്ലൻഡിൽ നിന്നുള്ള അപൂർവ പഴങ്ങളുടെ വിതരണാവകാശം വർഷങ്ങളായി ഒരു മലയാളിയുടെ സ്ഥാപനത്തിനാണ്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ഇക്ബാലിന്. ഇതാണ് ഗ്രീൻ സ്വീറ്റ് മാംഗോ. ഇത് സ്വീറ്റാണ്, പക്ഷേ ഗ്രീൻ കളറായിരിക്കും. അതൊരു പ്രത്യേകത. ഇവിടെ നല്ല ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ഇതാണ്. പഴുത്തത് കൊള്ളില്ല, ടേസ്റ്റ് ഇല്ല, എക്സ്പെൻസീവ് ആണ്. അത് തായ്ലൻഡിൽ മാത്രമേ കിട്ടും. ഇത് റെഡ് ഗാവ. ഇതും അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് സെല്ലാവുന്ന ഒരു സാധനമാണ്. ദിവസവും കണ്ടെയ്നറിൽ തായ്ലൻഡിൽ നിന്ന് പഴങ്ങൾ എത്തിക്കുകയാണ് ഇക്ബാലിന്റെ സ്ഥാപനം. തായ്ലൻഡിലെ മധുരിക്കുന്ന പച്ചമാങ്ങയ്ക്ക് തന്നെ ഏറ്റവും ഡിമാൻഡ്. അല്പം മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്താൽ സംഗതി ഉഷാറാകും. തായ്ലൻഡ് ഫ്രൂട്ട്സ് പ്രത്യേകത, തായ്ലൻഡിൽ സീസണില്ല, എല്ലാ ടൈമിലും സാധനം കിട്ടും, അവൈലബിൾ ആണ്. അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത തായ് ഫ്രൂട്ട്സിൻ്റെ. മഞ്ഞ തണ്ണിമത്തനും ചുവന്ന തണ്ണിമത്തനും, ചാമ്പയ്ക്കയും ചുവന്ന പേരക്കയുമൊക്കെ വേറെ. ചുവന്ന പേരക്ക കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. സാധാരണ പേരക്ക പ്ലമ്മിലിട്ട് വെച്ചാണ് ഈ ചുവന്ന നിറമാക്കിയെടുക്കുന്നത്. കണ്ടെയ്നറുകളിലെത്തുന്ന പഴങ്ങൾ മുറിച്ചു വൃത്തിയാക്കാൻ പ്രത്യേകം വേറെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ആവശ്യക്കാർക്കായി സ്റ്റാളിലേക്ക് പഴങ്ങളെത്തും. തായ്ലൻഡ് പവലിയന് പുറത്ത് ചെറിയ സ്റ്റാളുകൾ ഒരുക്കിയും തായ് പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തായ്ലൻഡിൽ നിന്നുള്ള ചെമ്മീൻ വിഭവങ്ങളും. ഇത് ഡ്രാഗൺ ബ്രത്ത് കാൻഡി. വായിലിട്ടാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും പുക വരുത്തുന്ന ഒരു വിഭവം.
ചീസ് ബോളും ലിക്വിഡ് നൈട്രജനുമൊക്കെ ചേർത്താണ് ഈ പുകവിഭവം ഒരുക്കുന്നത്. This we call this dragon bread, yeah, with the cheese ball and nitrogen. തണുപ്പാണ് കഴിക്കുമ്പോൾ ഉള്ളത്. നമ്മൾ മറ്റേ ചിപ്സ് ഉണ്ടല്ലോ, ചിപ്സിൽ നൈട്രജൻ ഒരു സംഭവമാണ്. ഇനിയുമുണ്ട് തായ്ലൻഡ് കാഴ്ചകളേറെ. തായ് കലകളും സംഗീതവും ആസ്വദിക്കാൻ ഈ പവലിയനിലേക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും. അത് തീർച്ചയാണ്.